ചെയ്യാൻ പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. എനിക്ക് ദേഷ്യം വന്നാ പിന്നെ ഞാൻ എന്തും ചെയ്യും. എന്നാലും പൂർണിമയോട് നീ എന്തെങ്കിലും ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ആ വീട്ടിൽ നിന്റെ നിലനിൽപ്പ് തന്നെ പൂർണിമയുടെ കയ്യിലാ, അത് മറക്കരുത്. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തോണ്ട് ഗുണമല്ലേ ഉണ്ടായുള്ളൂ. എന്നോടും പൂർണിമേച്ച് ഓഫീസിൽ ചെന്നോളാൻ പറഞ്ഞില്ലേ, അതൊരു നല്ല കാര്യല്ലേ. അത് ശരിയാ. അങ്ങനെ ഒരു ചാനലിന്റെ ഓണർ ആവാൻ എന്റെ മോൾക്ക് ഭാഗ്യം ഉണ്ടായല്ലോ. അതെ, കണ്ണ് കെട്ടാതിരിക്കാനേ ഞാൻ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിച്ചേക്കാം. അമ്മ ആദ്യ ദുർഗയെ ഇവിടുന്ന് ഓടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. അവളും കൂടി ഇവിടുന്ന് പോയി കിട്ടിയ ഞാൻ ഹാപ്പിയായി. അത് ഞാൻ നോക്കാം. എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ട് അമ്മ വിളിക്കാൻ തന്നെ. ശരി അമ്മ. ശരി മോളെ. എന്താശി, ദുർഗയെ പറ്റിയുള്ള ചർച്ചയായിരുന്നു തോന്നുന്നല്ലോ. അതെ, എന്റെ ഇവിടുത്തെ പ്രധാന പ്രശ്നം ആ ദുർഗയാ. അവളും കിരണും ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. താൻ വിഷമിക്കാതെ, ഉടനെ തന്നെ അവരെ നമ്മൾ ഇവിടെ നിന്ന് ഓടിക്കും. അതിനൊരു ഐഡിയ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ ഐഡിയ? പറ പൃഥ്വി. സൂപ്പർ പൃഥ്വി, ഇത് മതി. ഈ ഐഡിയ ഉറപ്പായും സക്സസ് ആവും. അതെ, പക്ഷേ നമ്മളിത് ആരെ കൊണ്ട് ചെയ്യിക്കും? അതാ എന്റെ ഒരു ഡൗട്ട്. പൃഥ്വി, നമുക്കിതേ അമ്മയെ കൊണ്ട് ചെയ്യിച്ചാലോ? അമ്മ തന്നെയാ ഇതിന് ശരിയായിട്ടുള്ള ആള്. കറക്റ്റ്. എന്റെ അമ്മ ഇത് ചെയ്താ പെർഫെക്റ്റ് ആയിരിക്കും. അതെ, സൂപ്പർ. ഈ ഐഡിയ കൊള്ളാം. ഞാനിത് ഇപ്പൊ തന്നെ ചെയ്യാം. സൂക്ഷിക്കണം, കിരണ് ഒരു സംശയം തോന്നാൻ പാടില്ല. നിനക്ക് നിന്റെ അമ്മയെ നന്നായിട്ട് അറിയാലോ, പിന്നെ എന്തിനാ ഈ ടെൻഷൻ? അമ്മേ, പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ പറഞ്ഞതിനപ്പുറം ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാ നമ്മൾ 3 പേരും വലിയ അപകടത്തിലാവും. 2 പേര് സമാധാനായിട്ടിരിക്കും. ഇന്നത്തോടെ ആ കിരണും ദുർഗയും പെട്ടിയെടുത്ത് ഇന്ദ്രപ്രസ്ഥത്തിന്റെ പടി ഇറങ്ങുന്നത് നമുക്ക് കാണാം. ഞാനിപ്പൊ തന്നെ പോയി എന്റെ ജോലി ആരംഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അച്ഛാ, അച്ഛാ, എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോണ്ട് എന്നെ അച്ഛൻ വിളിക്കരുതെന്ന്? അതോ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കണോ നീ? അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല. അമ്മ എന്നോട് ഈ ഫയലിൽ അച്ഛനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അമ്മയോ? ഇവിടെ ആരാണ് നിന്റെ അമ്മ? ചന്ദ്രമതി അമ്മയാ എന്നോട് പറഞ്ഞത്. നിന്റെ മനസ്സിൽ നീ എന്താ കരുതി വെച്ചിരിക്കുന്നത്? കൊള്ളാലോ നീ. ഞാൻ നിന്റെ അച്ഛനും ചന്ദ്രമതി നിന്റെ അമ്മയും അല്ലേ? ഞാനായിട്ട് വിളിച്ചതല്ല, അമ്മ തന്നെ എന്നോട് അങ്ങനെ വിളിക്കാൻ പറഞ്ഞത്. വെറുതെ ദേഷ്യപ്പെടാതെ ഇതിൽ സൈൻ ചെയ്യേ.
എടാ നീ എന്താ വിചാരിച്ച എനിക്ക് തലയ്ക്ക് സുഖമില്ലാന്നോ? ചന്ദ്രമതി നിന്നോട് പറഞ്ഞോ എന്നെ കൊണ്ട് ഈ ഫയൽ സൈൻ ചെയ്ത് മേടിക്കാൻ? അതെ, എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അമ്മയെ നേരിട്ട് വിളിച്ച് ചോദിക്കാം. അതൊന്നും വേണ്ട. അപ്പൊ എന്നെ വിശ്വാസമാണ്. അച്ഛാ, പൃഥ്വി നീ എന്താ ഈ കാണിക്കുന്നത്? അത് ഞാനല്ല അങ്ങോട്ട് ചോദിക്കേണ്ടത്. എന്ത് പൊട്ടത്തര അച്ഛനെ കാണിക്കുന്നത്? എടാ ഞാൻ ഇത് സൈൻ ചെയ്യാൻ പോയല്ലായിരുന്നോ? ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അച്ഛൻ വായിച്ചു നോക്കിയോ? അത് ആരെങ്കിലും വന്നും എവിടെയെങ്കിലും സൈൻ ചെയ്യാൻ പറഞ്ഞ എന്താണെന്ന് നോക്കാതെ അത് സൈൻ ചെയ്യുകയാണോ വേണ്ടത്? ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കണ്ടേ? നീ എന്തറിഞ്ഞിട്ടാ പൃഥ്വി ഇങ്ങനെ ബഹളം വെക്കുന്നത്? നിന്റെ അമ്മയാ ഇത് സൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു വിട്ടത്. ആര്? അമ്മ എവന്റെ കയ്യിൽ ഫയൽ കൊടുത്തു വിട്ടുന്നു?